ഹായ്, ദിസ് ഈസ് മി ഗ്രീഷ്മ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ സ്ട്രൈറ്റ് ചെയ്യാണ്. ഞാൻ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്ന വീഡിയോയും ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സ്ട്രൈറ്റ്നറെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്കുമാണ്, ഞാൻ മേടിച്ചിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം ഞാനൊന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള കുറേ പോരായ്മകളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ ഹെയർ സ്ട്രൈറ്റ്നർ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ഫ്രിസി ഹെയർ ആവാനും അതുപോലെ തന്നെ പൊട്ടിപ്പോവുക കാര്യങ്ങൾ അങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണപ്പെടാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ കുറച്ചെങ്കിലും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ട സെറം ആയിക്കോട്ടെ മറ്റുള്ള ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഹെയർ സ്ട്രൈറ്റ് ചെയ്യേണ്ടത്. പിന്നെ കണ്ടിന്യൂസ്ലി മാക്സിമം ഹെയർ സ്ട്രൈറ്റ് ചെയ്യുക എന്നുള്ളത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. കാരണം ഹെയർ സ്ട്രൈറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹെയറിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്വയം ചെയ്യുമ്പോൾ അതിൻ്റെതായ പരിമിതികൾക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെതായ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഹെയർ സ്ട്രൈറ്റ് ഫസ്റ്റ് ടൈം ഞാൻ ഹെയർ സ്ട്രൈറ്റ് ചെയ്തപ്പോൾ അതിൻ്റെതായ എന്താ പറയുക സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ നല്ല രീതിയിൽ എൻ്റെ ഹെയറിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേയും സെറും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരു എന്താ പറയുക എൻ്റെ മുന്നത്തെ ഹെയർ പോലെ അല്ലായിരുന്നു കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1 month ആയിട്ടുണ്ടാവും ഞാൻ ചെയ്തിട്ട്. ഇപ്പോഴാണ് നോക്കിയായി വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് ഹെയർ ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ചുരുണ്ട ഒരു ഹെയർ അല്ല, ലൈറ്റ് ആയിട്ടുള്ള ചുരുണ്ടതും എന്നാൽ ഓവർ സ്ട്രൈറ്റ് ഹെയറും അല്ലാത്ത ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു ഹെയർ ആണ് എൻ്റേതെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഹെയറിലേക്ക് അത് എന്താ പറയുക കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ സ്ട്രൈറ്റൻ ആവുന്നുണ്ട് ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ വെച്ചിട്ട്. ഇത് ഐക്കോണിക്കിൻ്റെ ഒരു ഐക്കോണിക് പ്രൊഫഷണൽ ഹെയർ സ്ട്രൈറ്റ്നർ ആണ്. സ്ലിം ടൈറ്റാനിയം ഷൈൻ 2.0 ആണ് ഇത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ ആണ്. 5,000 അറൌണ്ട് 5,000 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട്. ഓക്കെ, ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച് തന്നെയാണ്. ഇത് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ലോക്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുകളിലേക്ക് നീക്കുക, ഓപ്പൺ ആവും. ഇതിങ്ങനെ താഴേക്ക് നീക്കുക, ഇതിങ്ങനെ പിടിച്ചിട്ട് താഴേക്ക് നീക്കുക, ലോക്ക് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. ഇനി നമുക്ക് സ്വിച്ച് ഇട്ട് ഇത് പവർ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ സാധനം എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ പഠിച്ചു തരുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രൈറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഇതിന്റെ പ്ലേറ്റ് കവറിംഗ് ആണ് കേട്ടോ. കോട്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടിങ് വരുന്നത് നല്ലതാണ്. മുടി ഡയറക്റ്റ് ഹീറ്റ് ആവല്ല ചെയ്യുന്നത്, ഒരു കോട്ടിങ്ങിന്റെ മുകളിലാണ് നമ്മൾ ഹീറ്റാക്കി എടുക്കുന്നത്, സ്ട്രൈറ്റ് ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഡാമേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കാം. നമ്മൾ കുറേ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന്റെ മേലെ നമ്മൾ ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ പോരുത്. അതുപോലെ തന്നെ എന്താ പറയുക 2-3 ദിവസമൊക്കെ നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴൊന്നും നമ്മൾ ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ പോരുത്. നമ്മൾ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഹെയർ ഷാമ്പൂ ചെയ്തതിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്യാം. പിന്നെ ഹെയർ മാസ്കും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. മാസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം ഹെയർ ഒന്ന് ഉണക്കി എടുക്കുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഹെയർ സ്ട്രൈറ്റിംഗ് പ്രോസസ്സിംഗിലേക്ക് കിടക്കാം. ഓക്കെ, ഹെയറിലെ കെട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ കളയണം കേട്ടോ. ഹെയർ സ്ട്രൈറ്റ് ചെയ്യണ നേരത്ത് കെട്ടായിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹീറ്റ് ആവല്ലേ, അതങ്ങനെ ഒരു ഫ്രിസി ഹെയർ പോലെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ഭംഗിയിൽ സ്ട്രൈറ്റ് ചെയ്താലും കുറച്ച് ഭംഗിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി കെട്ട് കളഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് ഈരി സെറ്റ് ചെയ്യാണ് കേട്ടോ. ഹോട്ട് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പ്രേ ഉണ്ട്. ഇത് നമ്മൾ എന്താ പറയുക ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്. ഓക്കെ, ഇത് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ഹെയറിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഹെയർ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ലോറിയലിൻ്റെ ഹെയർ സെറം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേക്കൊക്കെ പകരം നമുക്ക് ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നല്ല, ഇപ്പോൾ ഹെയർ ലിവിങ് ക്രീം പോലുള്ളതൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഹെയർ ലിവിങ് ക്രീം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് 5,000 സംതിങ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഒന്നുകൂടെ ഹെയറിന്റെ കെട്ടൊക്കെ ഒന്ന് കളയാം. നമ്മൾ ഡയറക്റ്റ് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമുക്ക് 2 പോർഷൻ ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, ഇത് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാം കൂടിയിട്ട് നമുക്ക് പറ്റണമെന്നില്ല. അപ്പൊ ഞാൻ ബാക്ക് പോർഷൻ ആദ്യം ചെയ്തതിന് ശേഷം
നമുക്ക് കുറേശ്ശെ ആ ഹെയർ എടുത്തിട്ട് സെറ്റ് ചെയ്യാം. കെട്ട് നല്ല രീതിയിൽ കളഞ്ഞിട്ടില്ലേ നമ്മൾ ഉറപ്പ് വരുത്തുക കേട്ടോ. ഞാൻ സ്വിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓണാക്കാം. ഓണായിട്ടുണ്ട്. 150 ഹീറ്റ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഉള്ളത് 150 ഞാൻ 150 ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം ഹീറ്റ് ഉണ്ടാവാറുണ്ട്. നല്ല ചൂട്. ഓക്കെ, നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാനുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് കൂട്ടുന്നൊന്നുമില്ല. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഹെയറിന് കൊടുക്കുന്ന ഹീറ്റ് അല്ലേ മാക്സിമം എന്താ പറയുക, നമുക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാനുള്ളത് കിട്ടുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയതിൽ ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഓവറായിട്ട് നമുക്ക് ഹീറ്റ് എടുക്കണ്ട. ഓക്കെ, ഞാനൊരു ഭാഗം എടുക്കുകയാണ്. മാക്സിമം കുറച്ച് വെച്ചിട്ട് എടുക്കാവും നല്ലത് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ നമുക്ക് എന്താ പറയുക ഹെയർ സ്ട്രൈറ്റ് ചെയ്യാവുന്നതാണ്. ഒറ്റ തവണ നമുക്ക് കുറേ വീണ്ടും ആവർത്തിച്ച് ആ ഒരു ഹെയറിൽ തന്നെ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മൾ ചെയ്യുമ്പോഴല്ലേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. പേടിച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഹീറ്റ് ഉണ്ട് കേട്ടോ. പയ്യെ ചെയ്ത് വേണം വരാൻ. ഇപ്പൊ തന്നെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പയ്യെ വേണം നമ്മളെടുത്ത് പയ്യെ സ്ലോവിലി നമ്മൾ കൊണ്ടുവരണം കേട്ടോ. സ്ലോവിലി എങ്കിലാണ് ഒന്ന് ആയി കിട്ടുള്ളൂ. കണ്ടോ ആ ഒരു ഭാഗം, അത് കുറച്ചെടുത്തിട്ട് ഭയങ്കര സ്ലോവിലി നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് വരിക. ഓക്കെ, ഇങ്ങനെ ഞാൻ ഫുൾ പോർഷൻ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ഭാഗം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹെയർ സ്ട്രൈറ്റനർ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മളിത് ഹെയറിന് ഡാമേജാണ് സ്ട്രൈറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മളിത് വാങ്ങുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് ആ ഹീറ്റ് ആവുന്ന ഭാഗത്ത് ആ ഒരു കോട്ടിങ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ആ പ്ലേറ്റിൽ കോട്ടിങ് വരുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അങ്ങനെയുള്ളത് നോക്കി തന്നെ നിങ്ങൾ വാങ്ങുക. ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ നല്ലതാണ് കേട്ടോ. എനിക്ക് ഓക്കെയാണ്, പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ്. സ്ട്രൈറ്റ്നറിൽ തൊടുമ്പോഴാണെങ്കിലും നമ്മളൊന്ന് സൂക്ഷിക്കുക കേട്ടോ. നല്ല രീതിയിൽ ഹീറ്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഹെയർ സ്ട്രൈറ്റ്നറിലാണെങ്കിലും സ്ട്രൈറ്റ് ചെയ്ത ഹെയറിലാണെങ്കിലും അപ്പയ്ക്കപ്പോൾ പോയി തൊടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കണ്ടോ ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പോർഷൻ മുഴുവനായിട്ട് ഞാൻ ചെയ്തിട്ട് കാണാം. നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് നല്ല സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സൈഡിലെ ഹെയർ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചേഞ്ച് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഒരു പോർഷനും കൂടി ഞാൻ സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് മൂന്ന് സെറ്റ് ആക്കാണ്ട്. ഞാൻ വീഡിയോ അധികം ലെങ്ത് ആക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ക്ലിപ്പിട്ട് കൊടുത്തേക്കാണ്. ഇനി നമുക്ക് മുകളിലത്തെ പോർഷൻ അഴിക്കാം. കുറേശ്ശെ ചെയ്യാവും ബെറ്റർ കേട്ടോ. ഓക്കെ, ഇത്രയും ഭാഗമാണ്. ഓക്കെ, ഇത്രയും ഹെയർ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയും ഹെയർ കുറച്ച് ടൈം എടുത്താണെങ്കിലും നമുക്ക് തന്നെ സ്വയം ചെയ്യാം. പക്ഷെ എന്നെ കൊണ്ടൊന്നും ഈ വക കാര്യങ്ങൾ മെനക്കെടാൻ തോന്നില്ല ഗൈസ്. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നു എന്നുള്ളൂ, അല്ലാണ്ട് ഞാൻ ഇങ്ങനെയൊന്നും മെനക്കെടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഇടാനും പറ്റൂല. നമ്മൾ നല്ല രീതിയിൽ വേർത്ത് കുളിച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അതും കൂടി ആകുമ്പോൾ ക്ഷമിച്ചിരിക്കാൻ നമുക്ക് തോന്നുന്നില്ല. അതാണ് കേട്ടോ. സ്ലോവിലി കൊണ്ടുവരണം കേട്ടോ. ഇവിടുത്തെ പോർഷനൊക്കെ പോന്നിട്ടുണ്ട്, നമുക്കൊന്നുകൂടെ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം കാണാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ഹെയർ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് സെക്ഷനാണ്, ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. ഇതൊക്കെ കൂടി നമുക്ക് ഒരുമിച്ചാക്കാം. ഓക്കെ, കെട്ടി വെക്കാം. കെട്ടിയിട്ടില്ല, ക്ലിപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ട്രെയിറ്റ് ചെയ്ത ഹെയർ ആണ് കേട്ടോ. ഇത്രയും ഹെയർ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ, ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. ഇങ്ങനെ കുറേശ്ശെ എടുത്ത് ചെയ്യാനാണ് എളുപ്പം. ഒരു ക്ലിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് അഴിക്കാം.
ഇത് കുറച്ചധികം ഉണ്ടല്ലോ, എങ്കിലും പറയാം, നമുക്ക് ലാസ്റ്റ് സെക്ഷനായിട്ട് തന്നെ ചെയ്യാം. കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾ എടുക്കുമ്പോൾ കുറേശ്ശെ എടുക്കുക, കാരണം എനിക്ക് ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ കൂടുതൽ എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവർത്തിച്ച് കുറച്ചധികം പ്രാവശ്യം സ്ട്രൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അതേ ഹെയറിൽ തന്നെ. അങ്ങനെ നമ്മൾ വീണ്ടും 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 സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അത് നമ്മുടെ ഹെയറിന് ഡാമേജ് ആയതുകൊണ്ടാണ് കുറേശ്ശെ എടുത്ത് സ്ട്രൈറ്റ് ചെയ്യാൻ പറഞ്ഞത്. കുറേശ്ശെ എടുക്കുകയാണെങ്കിൽ ഒന്നോ ഏറിപ്പോയ 2 പ്രാവശ്യം നമുക്കൊന്ന് സ്ട്രൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ഹെയർ സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. $180 ചെയ്തിട്ടുള്ളത്. പിന്നെ ഗൈസ്, ഹെയർ സ്ട്രൈറ്റ്നർ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ള പോലത്തെ സൈസിലുള്ളത് വാങ്ങും. ഒരു മീഡിയം സൈസിലുള്ളതൊക്കെ ഒന്ന് വാങ്ങുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീതി കുറവാണല്ലോ, അപ്പോൾ നമുക്ക് കേളി ഹെയർ ആക്കാൻ പറ്റും. ഓവർ കേളി അല്ല, ഒരു മീഡിയം സൈസ് കേളി ഹെയർ ആക്കാനും നമുക്ക് പറ്റും കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെയർ ഹീറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെയറിനെ ഹീറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ നമ്മൾ ഓൾറെഡി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഹോൾഡ് സ്പ്രേ അടിച്ചു കൊടുക്കണം കേട്ടോ. ഹോൾഡ് സ്പ്രേ ആണ് അടിച്ചു കൊടുക്കുന്നത്. ഈ ഹെയർ എങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എത്ര ദിവസം നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അതിന് ശേഷം ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അതും കൂടി അറിഞ്ഞതിന് ശേഷമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ വോയിസ് ഓവർ ആയിട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വൺ ഫിനിഷിംഗ് സ്പ്രേ ആണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഫിനിഷിംഗ് സ്പ്രേ ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേയും അതുപോലെ ഹോൾഡ് സ്പ്രേയും ഫിനിഷിംഗ് സ്പ്രേയും, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ സെറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് എനിക്കൊരു 1 ഡേ ഫുള്ളായിട്ട് നമുക്ക് സ്ട്രൈറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. നമ്മൾ ഹെയർ വാഷ് ചെയ്യാതെ കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തപ്പാടെ പോവും. അല്ലാതെ തന്നെ നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ്ലി നമുക്ക് ആ സ്ട്രൈറ്റിങ് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫിനിഷിംഗ് സ്പ്രേയും നമ്മൾ അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ, ഞാൻ വീണ്ടും വീണ്ടും പറയണു, ഹെയർ സ്ട്രൈറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഹെയറിന് ഡാമേജ് ആണെന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട പ്രൊട്ടക്ഷൻ യൂസ് ചെയ്ത്, ഹെയറിന് വേണ്ടതായിട്ടുള്ള പ്രൊട്ടക്ഷൻസ് യൂസ് ചെയ്തതിന് ശേഷം സ്ട്രൈറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് കേട്ടോ. ഹെയർ സ്ട്രൈറ്റ് ആയതിൻ്റെ ലാസ്റ്റ് ലുക്കാണത്. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രൈറ്റ്നർ നമുക്ക് ഓക്കെയാണ്. അത് നമുക്ക് പെട്ടെന്ന് സ്ട്രൈറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഞാൻ 180 ഇട്ടിട്ട് വരെ എനിക്ക് അത് ആ ഒരു ഹീറ്റിൽ പെട്ടെന്ന് സ്ട്രൈറ്റ് ആവുന്നുണ്ട്. എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ കേളും അല്ല, എങ്കിൽ ഓവർ സ്ട്രൈറ്റ് ഹെയറും അല്ല, ഒരു മീഡിയം സൈസുള്ള ഹെയർ എനിക്ക് ഓക്കെയാണ് ഈ ഒരു സ്ട്രൈറ്റ്നർ. അത് 180 ഇട്ടത്. കുറച്ചുകൂടെ ഹീറ്റിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ കേളി ഹെയർ ഉള്ള ആൾക്കാർക്കും ഇത് ഉപകാരപ്പെടും. മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം, ലിവിങ് ക്രീമൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ 2 ദിവസമൊക്കെ ഈ ഒരു ഹെയർ ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനും, വാഷ് ചെയ്യാതെ തന്നെ ഹെയർ സ്ട്രെയിറ്റ് ആയി നിൽക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനനുസരിച്ചിരിക്കും അത് എത്ര നാൾ നിൽക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട് എത്ര ദിവസം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക്